ഹലോ ഗൈസ്, പുതിയവിടേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വ്ളോഗ് തുടങ്ങുന്നത് ഉച്ചയ്ക്കാണ്. സോ നമ്മളിനി ഫുഡ് കഴിക്കാൻ പോകണം. വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയില്ല. ഇന്നലെ നമ്മൾ പോയി വരുമ്പോൾ അരി മേടിക്കുന്നത് വിചാരിച്ചു, പിന്നെ മറന്നുപോയി ഗൈസ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഫുഡ് കഴിക്കാൻ പോകുന്ന തൊട്ടാണ് ഇന്നത്തെ വ്ളോഗ്. സോ ലെറ്റ്സ് ഗോ ആൻഡ് ഹാവ് ഫുഡ്. അപ്പോഴത്തേക്കും നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോ ഇവിടെ മുകളിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കണ്ടിട്ട് നിങ്ങൾ ഒന്ന് പറയുന്നുണ്ടെങ്കിൽ അത് അടിപൊളി വ്ളോഗാണ്, ഒന്ന് കണ്ടേക്കും. അപ്പോഴത്തേക്ക് ഞങ്ങൾ പോയി ഫുഡ് കഴിക്കാം. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ മിത്തുന്നെ കൂള് മേടിക്കാൻ പറഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. കൂളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പഴങ്കഞ്ഞി പോലത്തെ സെറ്റപ്പാണ്. രാഗിയൊക്കെ ഇട്ടിട്ടുള്ള, നമ്മുടെ കഞ്ഞിയിൽ രാഗി ഇട്ടിട്ടുള്ള അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. എന്തായാലും അത് മേടിക്കാൻ വന്നിരിക്കുകയാണ്. നമ്മളങ്ങനെ കൂള് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. സോ കൂള് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കറക്റ്റായിട്ട് വിശദമായിട്ട് മിഥുൻ്റെ അടുത്ത് ചോദിച്ചു. കൂള് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഴങ്കഞ്ഞി ഉണ്ടല്ലോ, പഴങ്കഞ്ഞി പോലത്തെ സെറ്റപ്പാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ ചോറ് നമ്മൾ വെള്ളത്തിലിട്ട് ഇതാക്കിയിട്ടാണല്ലോ പിറ്റേ ദിവസം എടുക്കുമ്പോൾ പഴങ്കഞ്ഞി. അപ്പോൾ ഇതുപോലെ തന്നെ പിറ്റേ ദിവസം അതെടുക്കും. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ രാഗിപ്പൊടിയിൽ മറ്റേ ഈ ചോളത്തിൻ്റെ പൊടി, അങ്ങനെ കുറച്ച് ധാന്യങ്ങളുടെ പൊടിയൊക്കെ ഇട്ട് അവരൊരു മാവ് പോലെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ടാവും. അത് ഈ ചോറിലേക്ക്, ആ പഴങ്കഞ്ഞി ആയിട്ടുള്ള ആ ചോറിലേക്ക് ഒഴിച്ചിട്ട് രണ്ടും കൂടി ഇങ്ങനെ ഇട്ട് കുഴച്ച് കുറച്ച് സവാളയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ തൈര് ഒഴിക്കാനും ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതാക്കുന്നതാണ് ഈ കൂളെന്ന് പറഞ്ഞ സാധനം. തമിഴ്നാട്ടിൽ ഭയങ്കര ഫേമസ് ആണ്. സോ തമിഴ്നാട്ടിൽ കൂള്, പിന്നെ കഞ്ഞി, അങ്ങനെ സാധനങ്ങളാണ് ഈ ഒരു ടൈപ്പിലുള്ളത്. നമ്മുടെ നാട്ടിൽ പഴങ്കഞ്ഞി, സാധാ കഞ്ഞിയൊക്കെ ഉള്ള പോലെ. സോ അതാണ് കൂള് മേടിച്ച് വന്നു. ഇനിയിപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാം. സോ ലെറ്റ്സ് ഗോ ഗൈസ്. നമ്മൾ ഈ ഒരു കടയിലാണോ നമ്മളിന്ന് ലഞ്ച് കഴിക്കാൻ വന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് വെറൈറ്റിക്ക് വേണ്ടി നമ്മളിന്ന് പൊറോട്ട ഉണ്ടോ കഴിക്കുന്നത്. പൊറോട്ടയും ചിക്കൻ സേവയും കൂട്ടി കഴിക്കണം. സോ ലെറ്റ്സ് ഹാവ്. പൊറോട്ടയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ചിക്കൻ ചെറിയ കൊള്ളാം. കൊണ്ടത് കഴിക്കുന്നത് നല്ല ചൂട്. ഈ പൊറോട്ട കിട്ടാൻ വേണ്ടി നമ്മൾ 15 മിനിറ്റോളം വരുന്നു. അതുകൊണ്ട് നല്ല ചൂടൻ പൊറോട്ട കിട്ടി. സോ ഗൈസ്, നമുക്ക് ഇന്ന് വില്ലേജിൽ പോകാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് ആ ഒരു വണ്ടിയുള്ളൂ, മിത്തുവിൻ്റെ വണ്ടി മാത്രമേ ഉള്ളൂ. അപ്പോൾ മിത്തുവിന് എന്തോ തിരുവണ്ണാമലയിൽ ഉള്ള അമ്പലത്തിൽ പോകണം, എന്തോ കുറച്ച് ദിവസമായി വിചാരിക്കുന്നു പോകണം. അതുകൊണ്ട് പോയി കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞിട്ട് വരാമെന്നാണ് പറഞ്ഞത്. അതാണ് വണ്ടിയാവും കൊണ്ടുപോയി. അതുകൊണ്ട് നമുക്ക് വില്ലേജിൽ പോകാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ നമുക്ക് ജിമ്മേ പോകണം. അപ്പോൾ ജിമ്മേ പോകാനായിട്ട് ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ അബി പുറത്ത് അതിനോട് സംസാരിക്കാൻ പോയിട്ട് പുറത്തുനിന്ന് ഡോർ നോക്കിയതേക്കാണ്. വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നില്ല, തട്ടിയിട്ടും തുറക്കുന്നില്ല. സോ തുറക്കുവാണെങ്കിൽ നമ്മൾ ജിമ്മിൽ പോകുന്നതായിരിക്കും. അബി ഇതുവരെ ഡോറ് തുറന്നിട്ടില്ല. അപ്പം ഒന്നുകൂടി പോയി നമുക്ക് തട്ടി നോക്കാം. തട്ടിയിട്ടുണ്ട്, തുറക്കാൻ നോക്കാം ഗൈസ്. ഡോറ് തുറക്കുന്നില്ല ഗൈസ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ജിമ്മിൽ പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. സോ ഇനിയിപ്പോൾ എന്തായാലും പോയി കുളിച്ച് വീട്ടിൽ പറ്റുകയാണെങ്കിൽ ഫുഡ് ഉണ്ടാക്കാൻ നോക്കണം. പിന്നെ ഫോർസ കൊച്ചിയുടെ മാച്ച് ഉണ്ട് സൂപ്പർ ലീഗ് കേരളയിൽ. സോ എന്തായാലും അത് ഇരുന്ന് കാണണം. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നല്ലൊരു അടിപൊളി വ്ളോഗായി വരുന്നുണ്ട്. എല്ലാവർക്കും